തീവ്രവാദികൾ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുമാണ് ഇന്നിവിടെ യുഡിഎഫിന്റെ സംസ്ഥാന ഏകോപന സമിതി യോഗം തീവ്രവാദികൾ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തീവ്രവാദികളുടെയും പാകിസ്ഥാനിലെ നുഴഞ്ഞുകയറ്റക്കാരുടെയും ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും പൂർണ്ണ പിന്തുണ യോഗവും പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്ന ദിനമാണ്. ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൊണ്ട് മാത്രമാണെന്ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അല്പം മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. മാത്രമല്ല, അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് 1996 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പദ്ധതി ദീർഘകാലം വിസ്മൃതിയിലാണ്ട് പോയത് പിന്നെ പുനർജീവിപ്പിച്ചു എന്നതാണ്. മുഖ്യമന്ത്രിക്ക് അറിയാം, എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം, ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കം ഈ പദ്ധതിക്കുണ്ട്. തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമിയുടെ കാലത്ത് ഈ ആലോചന ആദ്യമായി വിഴിഞ്ഞത്ത് ഒരു തുറമുഖം ആരംഭിക്കണമെന്നതിനെ കുറിച്ച് ആലോചന നടന്നത് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് മാത്രമല്ല, ആയിരത്തി 1940 അന്ന് തിരുവിതാംകൂറിൽ രാജഭരണമാണ്. അന്ന് ഇതിനു വേണ്ടി ഒരു സർവേ നടന്നിരുന്നു. ആ സർവേക്ക് ശേഷം തിരുക്കൊച്ചി സംയോജനമായപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചുപോയി. മുഖ്യമന്ത്രി ഇങ്ങനെ അവകാശപ്പെട്ടത് കൊണ്ടാണ് ചരിത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. 47 വിഴിഞ്ഞ ഒരു മത്സ്യബന്ധന തുറമുഖമാക്കാനുള്ള പണി ജോലി ആരംഭിച്ചു. പിന്നീട് വരുന്നത് 96 അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഈ തുറമുഖം എന്നത് SK പാട്ടീൽ ഉദ്ഘാടനം ചെയ്ത 1ാം ഘട്ടത്തിന് ശേഷം അതിനെ മത്സ്യബന്ധന തുറമുഖമായി അതിനെ ചുരുക്കി. പിന്നീട് 1991 K കരുണാകരൻ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പദ്ധതിയുടെ വാസ്തവത്തിൽ ചലനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന CMV രാഘവൻ അദ്ദേഹം ഒരു ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവുമായി ലോകത്തെ പല പോർട്ടുകളും സന്ദർശിക്കുകയും സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ചു. മൻമോഹൻ സിംഗ് സർക്കാരാണ് അധികാരത്തിൽ. പക്ഷേ ചൈനീസ് കൊളാബറേഷൻ അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിൽ മറ്റെല്ലാം പൂർത്തിയായപ്പോൾ ആ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. 96 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് പൊടി തട്ടിയെടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചതല്ലാതെ അതിനകത്ത് മറ്റൊരു ഇനിഷ്യേറ്റീവും അവരുടെ ഭാഗത്തുണ്ടായില്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിനെ ഈ ചിറക് മുളച്ചു. ആ ചിറക് മുളച്ചത് എല്ലാവർക്കും അറിയാം. അന്നാണ് ഇത് യഥാർത്ഥത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഈ ബിഡ് ഇൻവൈറ്റ് ചെയ്തു. ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തു. പല ആളുകളും അതിനകത്ത് മുഖ്യമന്ത്രിയെ സഹായിക്കാനുണ്ടായിരുന്നു. അദാനിയെ ഈ പദ്ധതിയിൽ ബിഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഒടുവിൽ അവർ ബിഡ് ചെയ്യുകയും
പലരും നേരത്തെ പിറ്റ് ചെയ്തത് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെയാണ് 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ടെൻഡർ സർക്കാർ ചെയ്തു. മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി. അങ്ങനെയാണ് 2015 ജനുവരി 9 ഉമ്മൻചാണ്ടി തുറമുഖ നിർമ്മാണത്തിന് തറക്കൽ. ആ തറക്കലില് 8 ദിവസം അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം, അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ വാർത്ത പത്രത്തിൽ വന്നത് കടൽ കൊള്ള, അതായത് വലിയൊരു കടൽ കൊള്ളയ്ക്കുള്ള കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ്. എന്ന് മാത്രമല്ല 7250 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി 6000 രൂപയുടെ ഭൂമി കുംഭകോണം അഴിമതി ആരോപണം അന്ന് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ, അതുപോലെ മുഖ്യമന്ത്രി അന്നത്തെ സെക്രട്ടറി. ഇന്ന് രാവിലെയും ഞാൻ ചില ചാനലുകളെ കണ്ടു. അന്ന് ശ്രീ പിണറായി വിജയന്റെ പ്രതികരണം, അദ്ദേഹം പറഞ്ഞു അഴിമതിയാണിത്, പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അദാനിക്ക് അവിഹിതമായി ഭൂമി കൊടുത്തു. ഈ ഭൂമി ഏതാണ്ട് അന്നവിടെ നികത്തിയെടുത്ത 126 ഏക്കർ ഭൂമി ഉൾപ്പെടെ ഇതെല്ലാം തന്നെ സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. 536 കോടി രൂപ ഭൂമി വാങ്ങാൻ സർക്കാർ തന്നെ ചെലവഴിച്ചു. ഇതേ തുടർന്ന് ഉമ്മൻചാണ്ടി എടുത്തൊരു നിലപാട്, എന്ത് തന്നെ അഴിമതി ആരോപണം ഉണ്ടായാലും ഈ പദ്ധതി ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി കണ്ടത്. ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ പദ്ധതി തുടങ്ങണ്ടേ? തുടങ്ങാതെ പറ്റില്ലല്ലോ. ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വിട്ട് ചെയ്യുക, പാരിസ്ഥിതിക അനുമതി വാങ്ങുക, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം നേടുക, അതിന്റെ പ്രവർത്തനം തുടങ്ങുക. അതാണ് ഏറ്റവും 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 ശ്രമകരമായിട്ടുള്ള ജോലി. അത് തുടങ്ങിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം. എന്തായിരുന്നു ഇച്ഛാശക്തി? ഈ പദ്ധതിയെ അഴിമതി ആരോപണം കൊണ്ടുവന്ന് തകർക്കുക എന്നതായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനാണ് ഈ അഴിമതി ഭൂമി കുംഭകോണം പ്രഖ്യാപിച്ചത്. അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് അച്യുതാനന്ദനും പിണറായി പറഞ്ഞതിന് തുടർ നടപടികൾ ഉണ്ടായി. 2013 ഇതിന്റെ 25 ഉദ്ഘാടനം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കണം. മറ്റൊന്നുകൂടി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. 2019 പൂർത്തിയാക്കാനുള്ള ഒരു പദ്ധതി ഒരു പക്ഷേ ഒരു ടൈം ലാഗ് കൊണ്ട് പല പ്രതിസന്ധികൾ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അവിടെ ഈ കല്ല് കിട്ടാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായി. അത് ഒരു കൊല്ലം കൂടി നീണ്ടുപോയാൽ മനസ്സിലാക്കാം. എപ്പോഴാണ് ഇതിപ്പോ? ഇന്നാണല്ലോ ഈ നങ്കൂരമിടുന്നത്. 2025 അല്ലേ? 9 കൊല്ലം വേണ്ടി വന്നു. 9 കൊല്ലം കൊണ്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റാണ്. 9 കൊല്ലം എടുക്കേണ്ട കാര്യമില്ല. അദാനി ഗ്രൂപ്പുകാരൻ എല്ലാ പ്രവർത്തനത്തിനും സഹകരിച്ചു. എന്തുകൊണ്ടാണ്? ഇത് സാധാരണ ഒച്ചിഴയുന്നത് പോലെയാണ് ഈ 9 കൊല്ലം വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട്. ഇതിനിടയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അത് പരിഹരിക്കാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. അത് അതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതി ഇന്ന് നടപ്പിലാവുമ്പോൾ, ഇത് ആദ്യത്തെ അതായത് ക്രെയിൻ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ MP. ഇതിന്റെ പിണറായി സർക്കാരിന് ക്രെഡിറ്റ് കൊടുക്കാനൊന്നും ഞങ്ങൾക്കാർക്കും ഒരു മടിയില്ല. പക്ഷെ ഇതിന്റെ സോൾ ക്രെഡിറ്റ് പിണറായി സർക്കാർ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഭ്രൂണാവസ്ഥയിൽ അതിനെ അലസിപ്പിക്കാൻ ശ്രമിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്. അതിനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് പോഷകാഹാരം കൊടുത്ത്
ഈ നിലയിലാക്കിയത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് എന്ന് സമ്മതിക്കാം. പക്ഷേ അതിന്റെ പിതൃത്വം ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെ ചരിത്രം നൽകും, നിങ്ങൾ എത്ര തന്നെ തമസ്കരിച്ചാലും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക. അതോടൊപ്പം എതിരായിട്ട് ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കുക മാത്രമല്ല, അന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്, BJPയുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളി സമരത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം നമ്മളന്ന് അവിടെ കണ്ടു. ആ ഘട്ടത്തിൽ ഞങ്ങളൊക്കെ പ്രതിപക്ഷം ശക്തമായി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിലകൊള്ളുകയും ആ സമരത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. അന്ന് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ തുറമുഖം വരുമ്പോൾ തൊഴിൽ രഹിതരായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു. 475 കോടി രൂപയുടെ പാക്കേജാണ്. ഇന്ന് ഉദ്ഘാടനത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമെന്നൊരു പാസിംഗ് റഫറൻസാണ് തുറമുഖ വകുപ്പ് മന്ത്രി നടത്തിയത്. ആ പാസിംഗ് റഫറൻസ് കൊണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സംതൃപ്തരാകാൻ പോകുന്നില്ല. ഇന്ന് അവിടെ കൂടിയ ജനങ്ങൾ ഭൂരിപക്ഷവും CPMന്റെയും BJPയുടെയും അവർ ഓർഗനൈസ് ചെയ്ത വലിയൊരു ജനക്കൂട്ടമാണ്. തദ്ദേശവാസികളിൽ മത്സ്യത്തൊഴിലാളികൾ എത്ര പേര് കൂടിയെന്ന് നിങ്ങൾക്കും അന്വേഷിക്കാം. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, 475 കോടി രൂപയുടെ പാക്കേജ് ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന മുഖ്യമന്ത്രി ഗവൺമെന്റ് നടപ്പിലാക്കാൻ സമയബന്ധിതമായി നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ അവിടുത്തെ തദ്ദേശവാസികളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഇതിനുണ്ടാവും. ഇല്ലെങ്കിൽ പുറത്തു നിന്ന് കൊണ്ടുവരുന്നവരെ കൊണ്ട് ഇനി വരുന്ന കാര്യങ്ങളിൽ കൈയടിപ്പിക്കാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ പദ്ധതിയുടെ പേരിൽ സർക്കാർ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങളെ സമയവും അപകരിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടായ കാലത്ത് അറിയാമല്ലോ, പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാലത്ത് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചവരാണിവർ. എന്റെ ശവശരീരത്തിൽ കൂടി മാത്രമേ ഇവിടെ വിമാനം ഇറക്കൂ എന്ന് മുഖ്യമന്ത്രി കരുണാകരന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത് അന്നത്തെ CPMന്റെ നേതാവ് ശർമ്മയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനത്തിന് വരുന്ന AR റാത്തുലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങാത്ത വണ്ണം അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ മുഴുവനും രാപ്പകൽ സമരം നടത്തി ഉപരോധം ഏർപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് വികസനത്തിൽ എല്ലാ കാലത്തും രാഷ്ട്രീയം മാത്രം നോക്കിയിരുന്ന ഒരു കൂട്ടർ ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ UDFന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതി അത് ഉദ്ഘാടനം നടക്കുമ്പോൾ ഞങ്ങളാണ് വികസന നായകൻ. വിഴിഞ്ഞത്തിന്റെ വിജയഗാഥ എന്ന പേര് തന്നെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പരസ്യ കമ്പനിക്കാർ ചാർത്തിക്കൊടുത്ത ഒരു മുദ്രാവാക്യമാണ്. എന്തായാലും ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിജയഗാഥയാണ്. അതിൽ പിണറായി വിജയന് പങ്കില്ലെന്ന് പറയുന്നില്ല. ഉമ്മൻചാണ്ടിക്കുള്ള പങ്ക് പിണറായി വിജയനല്ല, ഇനി എത്ര വലിയ മഹാന്മാർ വന്നാലും തമസ്കരിക്കാനാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നില്ലേ, ഈ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആഹ്ലാദ നിമിഷത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കിയ വയനാട്, ആ റീഹാബിലിറ്റേഷൻ സ്കീം എന്തെങ്കിലും ചെയ്തോ? ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു കല്ലിട്ടാൽ ഉദ്ഘാടനമാവുമോ? വിഴിഞ്ഞം പദ്ധതിക്ക് കല്ലിട്ടത് കൊണ്ടാണ് ഉദ്ഘാടനമായത്. ഇവിടെ 10,250 കുടുംബങ്ങൾ ഇന്നും വഴിയാധാരമാണ്. ഈ സർക്കാർ എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയോട് പറയേണ്ട ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു, അത് അദ്ദേഹം നിർവഹിച്ചില്ല. മറ്റൊരു കാര്യം, ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് അവരോടുള്ള രാഷ്ട്രീയമായ നടപ്പാണ്. അവരുടെ ഓണറേറിയം UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് 2000 രൂപയും അതുപോലുള്ള തുക പ്രഖ്യാപിച്ചു. ആ തുക പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ അതിന് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റികളുടെ അനുമതി വേണമെന്ന് പറഞ്ഞ് അത് നൽകാതിരിക്കാനുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത്. വളരെ വളരെ സങ്കടകരമാണ്. ഗവൺമെന്റിന് പണമില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയാണ്. എന്നാൽ അത് കൊടുക്കാൻ തനത് ഫണ്ടിൽ നിന്ന് ഈ പഞ്ചായത്തുകൾ തയ്യാറായാൽ ആ പഞ്ചായത്തുകൾക്ക് ഇത് പിടിച്ചു വയ്ക്കുന്നത് എന്താ? 2-3 ജില്ലാ ആസൂത്രണ സമിതികളിൽ മാത്രമേ UDFന് ഭൂരിപക്ഷം. ഞങ്ങളെല്ലാ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളോട് ആവശ്യപ്പെടുകയാണ്, അവരെല്ലാം ഈ തുക കൊടുക്കാൻ വർദ്ധിപ്പിച്ച എത്ര തുക
അവർക്ക് കൊടുക്കാൻ കഴിയും. അത് തീരുമാനമെടുത്ത് അത് മുകളിലോട്ടായിക്കണം. പിന്നെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, 2026 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാരുടെ ഓണറേറിയം ഞങ്ങൾ വർദ്ധിപ്പിക്കും. വേഗമായിട്ട് പറയുകയല്ല, ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമായി. സർക്കാരിന്റെ 4ാം വാർഷികം വലിയ ദൂർത്താണ്. ഒരുപാട് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 100 കോടിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇപ്പോ പാവപ്പെട്ട അടിസ്ഥാന വർക്കർമാരായ തൊഴിലാളികൾക്ക്, ആശാ വർക്കർമാർക്ക്, ക്ഷേമ നിധിയിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കൊന്നും പെൻഷൻ കൊടുക്കാൻ കാശില്ല. ആ സർക്കാർ 100-200 കോടി രൂപ മുടക്കി ഈ നടത്തുന്ന ദൂർത്ത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവരുടെ ഈ ദൂർത്തിനും ആഡംബരത്തിനും എതിരായി ഞങ്ങൾ മെയ് 20-ാം തീയതി സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്ന ദിനം കരിദിനമായി ആചരിക്കാൻ UDF തീരുമാനിച്ചു. അന്ന് കറുത്ത കൊടികൾ ഉയർത്തി വൈകുന്നേരം പ്രകടനങ്ങൾ നടത്തി. അന്ന് ദേശീയ പണിമുടക്കാണ്. എന്നാൽ പോലും അന്ന് UDF കേരളത്തിൽ കരിദിനമായി ആചരിക്കുന്നതാണ്. നവംബർ മാസം 13-ാം തീയതി ഈ ദൂർത്തും ആഡംബരവും നടത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ വാർഷിക ദൂർത്തിനെതിരായി UDFന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ റാലി നവംബർ 13-ന് കൊച്ചിയിൽ നടത്തുകയാണ്. സംസ്ഥാനം ഒട്ടുക്കുള്ള UDFന്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും. നവംബർ അല്ല, മെയ് ഏപ്രിൽ. ഇപ്പോ കാശ്മീരിൽ 2 നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കാശ്മീരിനെ ഒഴിവാക്കി കേരളത്തിൽ നടത്താവുന്നതല്ലേ ഉള്ളൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാങ്കേതിക തടസ്സമില്ല. ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടാവാം ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഞങ്ങൾ സംശയിക്കും. ഏത് സമയം ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സജ്ജമാണ്. നിലമ്പൂര് കേന്ദ്രമാക്കി നിരവധി യോഗങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി. തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ മെഷീനറി സജീവമായി ശക്തമായി നിലകൊള്ളും. അൻവറിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. അൻവറിനെ UDFൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും. അല്ല, പ്രവേശിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടല്ലേ ഞങ്ങൾ ഇന്ന് ചർച്ച നടത്തിയത്. അല്ല, അതിന്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് പ്രതിപക്ഷ നേതാവ് എല്ലാവരുമായി സംസാരിച്ച് പ്രഖ്യാപിക്കുമ്പോൾ പറയും. ആവശ്യമാണെങ്കിൽ കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ നടത്തി. ബാക്കി കക്ഷി നേതാക്കളുമായിട്ടും ആലോചിച്ച് PV അൻവറുമായിട്ടും സംസാരിച്ച് ഒരു തീരുമാനമെടുക്കും. ഭിന്നതകളോ? അല്ല, അതൊക്കെ അവിടെ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞതും അവിടെ നിൽക്കുന്നു, ഞങ്ങൾ പ്രതിഷേധിച്ചതും അവിടെ നിൽക്കുന്നു. ഇപ്പോ മാറിയ സാഹചര്യത്തിൽ പിണറായി സത്യത്തിനെതിരായിട്ടല്ലേ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹം പറയുന്ന ആവശ്യം ഞങ്ങൾ ആലോചിച്ചു. അല്ല, അതിന്റെ എല്ലാം വിശദാംശങ്ങൾ അല്ല, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് പറയുമല്ലോ. അതൊന്നും പറയാം. അതൊക്കെ ഹൈക്കമാൻഡുമായിട്ട് ആലോചിക്കുന്ന അതന്നെ. അവര് ദേശീയ തലത്തിൽ അതെ, അതെല്ലാം ചർച്ച നടത്തി അൻവറുമായി കൂടുതൽ സംസാരിച്ച് വേണ്ടി വന്നാൽ മറ്റ് കക്ഷി നേതാക്കളുമായി അൻവർ കൂടി പറയുന്ന കാര്യങ്ങൾ ആശയവിനിമയം നടത്തി ഒരു തീരുമാനം എടുക്കാനാണ് അദ്ദേഹത്തെ ചുമതല. ഓക്കെ, ധാരാളമായി. ഓക്കെ, താങ്ക് യു.